കേരളത്തിലെ കോൺഗ്രസിൻ്റെ അതിൻ്റെ ഒരു സംഘടനാപരമായ പുനഃസംഘടന എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പുതിയ KPC പ്രസിഡന്റ് വന്നു, UDF കൺവീനർ വന്നു, പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു. ഇവർക്ക് KPCC കമ്മിറ്റി അല്ലെങ്കിൽ DCC പ്രസിഡന്റുമാർ ആരൊക്കെ കാലം കുറയായി ഇതേക്കുറിച്ച് പരിശോധിക്കാൻ തുടങ്ങിയിട്ട്. ഇതേക്കുറിച്ച് ചർച്ചകൾ തന്നെ ചർച്ചയോട് ചർച്ചയാണ്. പക്ഷേ ഇപ്പോഴും പട്ടികയായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ദില്ലി യാത്ര വീണ്ടും വൈകുന്നു എന്ന സൂചനകൾ വരികയാണ്. കമലേഷ് വിവരങ്ങളുമായി വീണ്ടും നമ്മൾക്കൊപ്പം ചേരുകയാണ്. അതിവേഗം അതൊന്ന് പരിശോധിച്ച് നമുക്ക് പോവുകയും ചെയ്യാം. തിരുവനന്തപുരത്തും രാവിലെ നല്ല മഴയുണ്ട്. കമലേഷ്, രാവിലെ മഴയുണ്ടല്ലേ? രാവിലെ വെളുപ്പിനെ മറ്റോ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും തുടരുന്നു അല്ലേ? അതുപോലെ തന്നെ സണ്ണി ജോസഫിൻ്റെ ദില്ലി യാത്ര പതിവ് പോലെ വീണ്ടും നീട്ടിവെക്കുന്നു എന്നാണോ? കാരണം ലിസ്റ്റ് കംപ്ലീറ്റ് ആയില്ല, തർക്കം തീർന്നില്ല എന്നാണോ? ശരത്, തീർച്ചയായും മഴയുണ്ട്. ശരത് ചോദിച്ചതിൻ്റെ മറുപടിയാണ്. മഴയുണ്ട് രാവിലെ തിരുവനന്തപുരത്ത്. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. വരുന്ന വഴിക്കൊക്കെ മഴ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ഏതായാലും ഈ KPCCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയാണ് പ്രധാനമായും കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ നടത്താനുള്ളത്. പക്ഷേ എല്ലാ കാലത്തെയും പോലെ ഇക്കുറിയും അത് കീറാമുട്ടിയായി നിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. KPCC ജനറൽ സെക്രട്ടറിമാരുടെ അതുപോലെ തന്നെ സെക്രട്ടറിമാരുടെ പുനഃസംഘടനയും ഇതോടൊപ്പം തന്നെ നടക്കേണ്ടതുണ്ട്. നാളെ ദില്ലിയിലേക്ക് തിരിക്കാനിരുന്നതാണ് സണ്ണി ജോസഫ്, പക്ഷേ അതിന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ചയോടുകൂടി ദില്ലിയിലേക്ക് തിരിക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ KPCC DCC ഉൾപ്പെടെയുള്ള ഘടകങ്ങളിലെ, അതായത് DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ നടക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ വന്നിട്ടുള്ള നിർദ്ദേശം മുഴുവൻ DCC പ്രസിഡന്റുമാരെയും മാറ്റണം, പുതിയ ആളുകൾ വരണം എന്ന ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമാണ് അതിലൊരു ഇളവ് നൽകിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്തും ഇപ്പോൾ അത്തരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ശക്തൻ DCC പ്രസിഡന്റിനെ താൽക്കാലിക ചുമതല വഹിക്കുന്നു. അത് തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളെ കണ്ടെത്തണം എന്ന് പറയുന്നു. അപ്പോൾ ഈ 14 ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. പക്ഷേ തങ്ങളുടെ ഇഷ്ടക്കാരെ വിട്ടുകളയാൻ പല നേതാക്കളും തയ്യാറാകുന്നില്ല. പലയിടങ്ങളിലും തങ്ങളുടെ ഇഷ്ടക്കാരെ അതേ സ്ഥാനത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടൽ നേതാക്കൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടന അത്ര എളുപ്പത്തിൽ കോൺഗ്രസിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ 6 DCC പ്രസിഡന്റുമാരെ തൽസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് മറ്റിടങ്ങളിൽ പുനഃസംഘടനയാവാം എന്ന ഒരു ധാരണയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അടുത്ത ആഴ്ചയോടുകൂടി ദില്ലിയിലേക്ക് തിരിച്ച് അവിടെ അത് സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷം അവിടെ നിന്നായിരിക്കും ഒരു അന്തിമ തീരുമാനം വരിക. അത് സ്വാഭാവികമായും കോൺഗ്രസിന് അങ്ങനെയാണ്. മുകളിൽ നിന്ന് താഴേക്കാണ് നിർദ്ദേശങ്ങൾ വരിക. ആ നിലയിലാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. ഏതായാലും ഇതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരുടെ അതുപോലെ തന്നെ സെക്രട്ടറിമാരുടെ പുനഃസംഘടനയും പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലും ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ സമാധാനപരമായൊരു പുനഃസംഘടനയോ തെരഞ്ഞെടുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഘടനയ്ക്കകത്ത് നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുകയുമില്ല എന്നുള്ളത് തന്നെയാണ് കേരളം പൊതുവെ വിശ്വസിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് ഇക്കുറിയും അവരുടെ പുനഃസംഘടന പോകുന്നത്. വളരെ കാലമായി തുടങ്ങിയിട്ടുള്ള പുനഃസംഘടനയാണ്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC അധ്യക്ഷനും UDF കൺവീനറും അടക്കമുള്ള ആളുകളെ എല്ലാം തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ നിലയിലേക്കൊക്കെ ആളുകളെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അതിന് താഴേക്ക് DCC അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പാണ് ഒരു കീറാമുട്ടിയായി ഇപ്പോഴും കോൺഗ്രസിനെ അങ്ങനെ തന്നെ തുടരുന്നു. കമലേഷ് പറയുന്നത് ഈ ദിനവും ആ വാർത്തയ്ക്കൊരു മാറ്റവും വരുന്നില്ല. അത് നമ്മൾക്കായിട്ട് മാറ്റാൻ കഴിയുന്നൊരു കാര്യവുമല്ല. ചർച്ച എന്താണ് തീരുമാനം എന്ന് ആർക്കും പറയാനാകില്ല.